നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം. ഇന്ന് 701 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം. ദിദൃക്ഷുസ്തദഹം ഭൂയ പ്രണിതായ മനോഹൃദി വീക്ഷമാണോപി നാപശ്യം അവിതൃപ്ത ഇവാതുര. ഓം തത്സത്. ദിദൃക്ഷുസ്തദഹം ഭൂയ പ്രണിതായ മനോഹൃദി വീക്ഷമാണോപി നാപശ്യം അവിതൃപ്ത ഇവാതുര. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ദിദൃക്ഷു ആസ അത് തദ് അഹം ഭൂയ പ്രണിതായ മനോഹൃദി വീക്ഷമാണ അഭി ന അപശ്യം അവിതൃപ്ത അപശ്യം അവിതൃപ്ത ഇവ ആതുര. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ദിദൃക്ഷു എന്ന് പറഞ്ഞാൽ ദർശിക്കാൻ ഇച്ഛയോട് കൂടിയ, ആസ ഭവിച്ചു, തദ് അതിനെ, അഹം ഞാൻ, പ്രണിതായ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചിട്ട്, മനസ്സിൽ അങ്ങനെ ഉറപ്പിച്ചിട്ട്, അത് കാണാനായിട്ട് ഞാൻ മനോഹൃദി മനസ്സിൽ, ഹൃദയത്തിൽ, മനസ്സിനെ ഹൃദയത്തിൽ, വീക്ഷമാണോ വീക്ഷിക്കുവാനായി എങ്കിലും, എന്ന് പറഞ്ഞാൽ എങ്കിലും, വീക്ഷിക്കുവാൻ കാണാനായിട്ട്, എങ്കിലും, ന അപശ്യം കണ്ടില്ല, പശ്യം എന്ന് പറഞ്ഞാൽ കാണുക, അപശ്യം എന്ന് പറഞ്ഞാൽ കണ്ടില്ല, തൃപ്തനാകാത്ത ഞാൻ, ഇവ ആതുര ഇവ ദുഃഖിതനെന്ന പോലെ ഭവിച്ചു. അതായത് ആ ഭഗവത് രൂപം, നാരദരുടെ ഹൃദയത്തിൽ ഭഗവാന്റെ രൂപം നന്നായി തെളിഞ്ഞു കണ്ടു എന്ന് പറഞ്ഞു. ആ ഭഗവത് രൂപത്തെ കാണുവാനായിക്കൊണ്ട് വീണ്ടും വീണ്ടും നാരദർ പെട്ടെന്ന് കണ്ടു, പിന്നീട് അത് മറഞ്ഞുപോയി എന്ന് പറഞ്ഞു. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, പെട്ടെന്ന് അത് മനസ്സിൽ നിന്നും മറഞ്ഞുപോയി. വീണ്ടും വീണ്ടും ആ ഭഗവത് രൂപത്തെ കാണുവാൻ വേണ്ടി മനസ്സ് ഏകീകൃതമാക്കി വളരെയധികം ശ്രമിച്ചു. ആ ഭഗവത് രൂപത്തെ കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പിന്നെയും പിന്നെയും മനസ്സിനെ ഹൃദയത്തിൽ സ്ഥിരമാക്കിയിട്ട് നിർത്തി ശ്രമിച്ചു നോക്കി. പക്ഷേ ഭഗവത് രൂപം വീണ്ടും കാണാൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം ദുഃഖിതൻ എന്ന പോലത്തെ അതൃപ്തനായി, ആ അതൃപ്തി കൊണ്ട് തന്നെ ദുഃഖിതൻ എന്ന പോലെ ഭവിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. 5 വയസ്സുകാരനായിട്ടുള്ള പൂർവ്വജന്മത്തിലെ നാരദരുടെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാരദർ തന്നെ വ്യാസർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 5 വയസ്സായ കുട്ടിയായ നാരദർ വളരെ ദൂരം വടക്കോട്ട് പോയി ഒരു കാട്ടിൽ ഒരു അശ്വത്ഥവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ തന്നെ മനസ്സുറപ്പിച്ച് ഭഗവാനെ തന്നെ തൻ്റെ ഉള്ളിൽ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി ഇരുന്നപ്പോൾ ആ ഭഗവത് രൂപം നന്നായി മനസ്സിൽ തെളിയുകയും സർവസ്വവും മറന്ന് ആ ഭഗവത് രൂപത്തിൽ ലയിക്കുകയും ചെയ്തു. ഒരു നിമിഷം അങ്ങനെ കഴിഞ്ഞപ്പോൾ ഭഗവത് രൂപം മറിഞ്ഞു പോവുകയും ഈ ഭൂമി ചുറ്റുവട്ടത്തിനെ പറ്റിയുള്ള ഓർമ്മ ലഭിക്കുകയും ചെയ്തു. പിന്നീട് എത്ര തന്നെ ശ്രമിച്ചിട്ടും ഹൃദയത്തിൽ ആ മനസ്സിനെ ഉറപ്പിച്ച് എത്ര തന്നെ ആ ഭഗവത് രൂപം, താൻ കണ്ട ആ രൂപം കാണണമെന്ന് ശ്രമിച്ചിട്ടും കാണാൻ പറ്റിയില്ല. അങ്ങനെ കാണാൻ പറ്റാതായപ്പോൾ നാരദർ ദുഃഖിതനായി
അത് തൃപ്തിയില്ലാതായി, തൃപ്തിയില്ലാത്തതുകൊണ്ട് ദുഃഖിതനുമായിട്ട് ഭവിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ശ്ലോകം ഒരിക്കൽ കൂടി. ദിദൃഷ്ടുസ്തദഹം ഭൂയ പ്രണിതായ മനോഹൃതി വീക്ഷമാണോപി നാപശ്യം അവിതൃപ്ത ഇവാതുര. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.